എനിക്ക് ചോദിക്കാനായിട്ടുള്ള സാർ, നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല, ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടുമെന്ന് പറയുന്ന ആദ്യത്തെ സർക്കാരല്ലേ നിങ്ങളുടെ സർക്കാർ? വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാം? പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചു സാർ. പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചപ്പോ പറഞ്ഞത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാ. അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ? പെൻഷൻ കൊടുത്തിട്ടില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്. ഇവരും ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും, വലിയ ആഡംബരമൊന്നുമില്ല. ഇവർ പക്ഷെ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇവർ പന്തലിടും, ഇവർ ഘോഷയാത്ര നടത്തും, ഇവർ തിരുവാതിര നടത്തും. പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഇവർ റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തും. ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മാറുകയാണ് സാർ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട്. അയ്യോ പൂരം കണ്ടില്ലേ, ആനയെ കണ്ടില്ലേ, മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക്. മറ്റേത് വലതുപക്ഷ പാർട്ടികൾക്കുണ്ട് ഈ രീതി? നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങളത് ചർച്ച ചെയ്യേണ്ട വിഷയം അതാ. കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഇങ്ങനൊരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. നടത്താതിരിക്കുന്ന നല്ല ക്രമസമാധാനത്തിനെ തകരും. ഞങ്ങളിപ്പോ ഒരു ഭരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം. നമ്മൾ ഈ നാണം കേട്ടല്ലോ. മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് അന്നേരം ഒരാൾക്കും എതിർക്കണ്ട, ഒരാൾ അതിനെ എതിർത്തും കണ്ടില്ല. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ദാ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റ വരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നിയില്ല സാർ. സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാർ, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. LDF വരും, എല്ലാം ശരിയാകും. ബാക്കി നമുക്ക് നാളെയാക്കാം. ശരി.